ഭാഷകത്വം, ശ്രോത്രത്തിന്റെ ശബ്ദാവഭാസകത്വം യാതൊന്നുണ്ടോ തത് ആത്മനിമിത്തത്വാത്, അത് ആത്മാവ് ഹേതുവായിട്ടാണ്. ഈ നാട്ടില് ധാരാളം പേരുണ്ട്. ഇപ്പോൾ കുറച്ച് കുറഞ്ഞു കിട്ടുമോ, ഇപ്പോൾ കുറവാ. ഇടക്കാലത്തൊക്കെ നല്ല ഉണ്ടായിരുന്നു. ഒരു കറുത്ത ബാഗും വെച്ചിട്ട് വരും, ഇല്ല? ധാരാളം പേര് പൈസ കൊടുക്കണമാണ് എല്ലാ വീട്ടിലും. അവർക്ക് ഒരു വീടും വേണ്ട, ഒന്നും വേണ്ട. 10,000 റുപ്യ 20,000 റുപ്യ വരെയൊക്കെ കൊടുക്കും. ഇത് ബ്രോക്കറല്ല, പൈസ കൊടുക്കുന്ന ആള്. കടം കൊടുക്കുക. 10,000 റുപ്യ 20,000 റുപ്യ വരെ അവർ കൊടുക്കും. അപ്പം ഇത് ആരാണ്? ഇവിടെ മുതലാളിയാണ്. അപ്പോൾ വീട്ടുകാർ മുതലാളി എന്ന് പറഞ്ഞ് വിളിച്ചു ഇരുത്തി കാപ്പിയൊക്കെ കൊടുത്ത്, ഞാൻ അടുത്ത ബുധനാഴ്ച വരാം, അപ്പോൾ 100 റുപ്യ എടുത്ത് വെച്ചോളൂ, 100 റുപ്യ എടുത്ത് വെക്കുക. കൃത്യമായിട്ട് പലിശ കൊടുക്കും. ഉള്ള കാലം മുഴുവൻ 100 റുപ്യ കൊടുത്താലും മറ്റേ തീരൂല, മുതലിലേക്ക് പോകില്ല. കാരണം അയാളാണ് കണക്ക് കൂടുന്നത്. ഈ പാവത്തിനൊന്നും അറിയില്ല. ഇപ്പോൾ കുറെ കുറഞ്ഞു അത്. ശരി, ഇയാള് ഒറിജിനൽ മുതലാളി വേറെ ഉണ്ട്, തമിഴ്നാട്ടില്. അത് തമിഴ്നാട്ടിലാണ്. അയാളാണ് ഒറിജിനൽ മുതലാളി. ഇയാൾ എന്താ ചെയ്യണത്? അയാളുടെ അടുത്ത് 1 ലക്ഷം രൂപ ഇയാൾ കൊണ്ടുവരണം. ഇയാളിത് 10 പേർക്ക് 10,000 വീതം കൊടുക്കും. അപ്പം നാട്ടുകാരുടെ മുമ്പിൽ ആരാ മുതലാളി? ഇയാളാണ്. പക്ഷെ മറ്റേ മുമ്പിൽ എത്തുമ്പോൾ ഇയാൾ എന്താ അയാളെ വിളിക്കുന്നത്? മുതലാളിയാണ്. അയാളുടെ അടുത്ത് വാങ്ങി ഇയാൾക്ക് കൊടുക്കലേ ഇയാളെ പരിപാടിയുള്ളൂ. ഇയാൾ ശരിക്കും പറഞ്ഞ മധ്യവർത്തിയാണ്. ഈ മധ്യവർത്തി അയാളെ സംബന്ധിച്ചാൽ, നാട്ടുകാരനെ സംബന്ധിച്ച് മുതലാളിയാണ്. ഇത്ര തന്നെയുള്ളൂ ചെവിയുടെ പരിപാടി. ആത്മനിമിത്തമാണ് ചെവിയുടെ ശബ്ദോപലബ്ധത്വം, ആത്മനിമിത്തമാണ് കണ്ണിന്റെ രൂപ ഉപലബ്ധത്വം. അത്രയേ ഉള്ളൂ, സ്വതയില്ല. അത് വിചാരിച്ചു മുതലാളിക്ക് ഇയാൾ തള്ളി പറയാൻ പറ്റുമോ? ഇയാളില്ലാത്ത അയാളുടെ ഒരു പ്രവർത്തനവും നടക്കില്ല. അയാൾ പൈസയും വെച്ച് അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. ഗ്രാമീണത അറിയുന്നത്, ഗ്രാമവുമായി ബന്ധപ്പെടുന്നത് ഇയാളാണ്. അത്രയേ ഉള്ളൂ. മനസ്സോ? ഇതിപ്പോ മനസ്സിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. നമ്മളിപ്പോ ശ്രോത്രം എത്തിയിട്ടേ ഉള്ളൂ. എന്നിട്ട് പോരാ, പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരട്ടെ, മനസ്സിൽ നിന്ന് ഇറങ്ങി വരൂ. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്, അവിടെ എത്തിയിട്ടേ ഉള്ളൂ. ഇപ്പോ ശ്രോത്രം, ചെവിയുടെ ചെവി. മനാദി പ്രവൃത്തോ നിമിത്തത്വം, ആത്മനഃ മനാദി പ്രവൃത്തോ നിമിത്തത്വം, മനസ്സ് തുടങ്ങിയവയുടെ പ്രവൃത്തിക്ക് നിമിത്തത്വം മനസ്സ് ആത്മാവിലാണ്. ഇതാണ് ശ്രോത്രം, ചെവിയുടെ ചെവി എന്ന് പറയുന്നത്. അപ്പം ആത്മനഃ ചിദ്രൂപത്വം, അത് ശ്രോത്രസ്യ അചിദ്രൂപത്വം, ശ്രോത്രത്തിന്റെ അചിദ്രൂപത്വം കൊണ്ടും ആത്മാവിന്റെ ചിദ്രൂപത്വം കൊണ്ടും ഇത് മനസ്സിലാക്കേണ്ടതാണ്. ആത്മനിമിത്തമാണ് ശ്രോത്രത്തിന്റെ ശ്രോത്രത്വം. വ്യക്തമാണല്ലോ. യത് ശ്രോത്രസ്യ ഉപലബ്ധൃത്വേന അവഭാസകത്വം തത് ആത്മനിമിത്തത്വാത് ശ്രോത്രസ്യ ശ്രോത്രത്വം. അതാണ് പറഞ്ഞത്. യഥാ ക്ഷത്രസ്യ ക്ഷത്രം, ക്ഷത്രത്തിന്റെ ക്ഷത്രം. ഒരാൾ ക്ഷത്രിയനായിരിക്കണം. എന്തുകൊണ്ടാ? ക്ഷത്രിയ ഗുണമുള്ളതുകൊണ്ടാ, ക്ഷാത്ര ഗുണമുള്ളതുകൊണ്ടാ. അപ്പോൾ ക്ഷത്രിയന്റെ ക്ഷത്രത്വം എന്താ? ആ ക്ഷാത്ര ഗുണമാണ്. ആ ക്ഷാത്ര ഗുണം ഉള്ളതുകൊണ്ടാണ് ഇയാള് ക്ഷത്രിയനായത്. അവിടെ ദൃഷ്ടാന്തം ഒരിക്കലും പൂർണ്ണമല്ല. എങ്കിലും ദൃഷ്ടാന്തത്തിൽ
ക്ഷത്രിയ ഭാവത്തെ കാണാൻ നോക്കുവോ? ഇല്ല. ക്ഷത്രിയനെ കാണാൻ നോക്കുവോ? ഓ, ക്ഷത്രിയനെ കാണാം. ആ ക്ഷത്രിയന്റെ ക്ഷത്രത്വം എന്തുകൊണ്ടാ? ക്ഷത്രിയ ഭാവം കൊണ്ടാ. ശ്രോത്രത്തെ നമുക്ക് കാണാൻ പറ്റില്ല. ശ്രോത്രം പ്രവർത്തിക്കുന്ന ബാഹ്യഗോളകം മാത്രമേ കാണാൻ പറ്റൂ. ഈ ചെവി, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെ കാണാൻ പറ്റൂ. ഇതാണോ ശ്രോത്രം? അല്ല. ശ്രോത്രം പ്രവർത്തിക്കുന്ന സ്ഥാനമാണിത്. എങ്കിലും ഇത് കാണാമെന്ന് വിചാരിക്കുക. ഇത് കണ്ടിട്ട് തന്നെ ചെവി നമുക്ക് വിളിക്കാം തൽക്കാലത്തേക്ക്. പക്ഷെ ചെവിയുടെ ചെവിയോ അത് കാണാൻ നോക്കില്ല. പക്ഷെ അത് നിമിത്തമാണ് ഇതിന്റെ കേൾവി. യഥാവ, അല്ലെങ്കിൽ വേറൊരു ദൃഷ്ടാന്തം പറയുകയാണ്. ഉദകസ്യ ഔഷ്ണ്യം അഗ്നി നിമിത്തം. വെള്ളം ചൂടാക്കി. ഇപ്പം എന്തായി? വെള്ളം ചൂടുവെള്ളമായി. തോട്ടാ പൊള്ളും. തിളയ്ക്കണ വെള്ളം. അഗ്നി നിമിത്തം. അത് അഗ്നി നിമിത്തമാണല്ലോ. അഗ്നി നിമിത്തമാണല്ലോ വെള്ളത്തിൻ്റെ ഔഷ്ണ്യം. അല്ലെങ്കിൽ വെള്ളം ശീതമാണ്. ശീതമായിരിക്കുന്ന വെള്ളത്തിന് ഔഷ്ണ്യം വരണമെങ്കിൽ തത് അഗ്നി നിമിത്തം. അത് അഗ്നി അതിലേക്ക് അനുപ്രവേശിച്ചത് കൊണ്ടാണ്. ദഗ്ധു അപി ഉദകസ്യ ദഗ്ധ അഗ്നിരുച്യതേ. അപ്പൊ ദഹിപ്പിക്കുന്ന ഗുണത്തോടു കൂടിയ വെള്ളത്തിന്റെ ദഗ്ധാവ് വാസ്തവത്തിൽ ആരാണ്? അഗ്നിയാണ്. അപ്പൊ ദഗ്ധുഹു ഉദകസ്യ ദഗ്ധ. പൊള്ളിക്കുന്ന വെള്ളത്തിന്റെ അല്ലെങ്കിൽ ചൂടുള്ള വെള്ളത്തിന്റെ ചൂട് അതേതാ? അഗ്നിയാണ്. ആ അഗ്നി അനുപ്രവേശിച്ചപ്പോൾ ഇപ്പൊ വെള്ളത്തെ നമ്മൾ എന്ത് പറയും? തൊടണ്ടാട്ടോ, ചൂടാണെന്ന് പറയും. വെള്ളത്തിന് എങ്ങനെയാ ചൂടുണ്ടാവുക? വെള്ളത്തിന് ഒരിക്കലും ചൂടുണ്ടാവില്ല. വെള്ളം ശീതമാണ്. അപ്പൊ വെള്ളത്തിലേക്ക് അഗ്നി അനുപ്രവേശിച്ചു. അഗ്നിയുടെ ധർമ്മം വെള്ളത്തിലൂടെ പ്രവർത്തിച്ചു. അപ്പൊ അഗ്നി ആയി വെള്ളം. തീ ചൂടാണെന്ന് പറയും. ഉദകമപി അഗ്നി സംയോഗാത് അഗ്നിരുച്യത്. അപ്പൊ ഇപ്പോ അഗ്നിയുടെ അനുപ്രവേശം കൊണ്ട് വെള്ളം ചൂടായപ്പോ വെള്ളത്തെ നമ്മൾ എന്ത് പറയും? അഗ്നി എന്ന് പറയും. കാരണം അഗ്നിയുടെ ധർമ്മമാണ് ചൂട്. ആ ചൂട് ഉള്ള വെള്ളത്തെ ചൂടെന്ന് പറയും. ആ ചൂടുള്ളതാണ്, അഗ്നിയാണെന്ന് പറയും. തൊടണ്ട. എന്നിട്ട് തൊട്ടാലോ പൊള്ളും. പൊള്ളിക്കുന്നത് വെള്ളത്തിന്റെ കഴിവാണോ? അല്ല, ഒരിക്കലും അല്ല. കഴിഞ്ഞ ദിവസം ഒരാൾക്ക് ചായ ഉണ്ടാക്കി കൊടുത്തു. അത് എന്താണ്? വെള്ളത്തിലല്ല ഉണ്ടാക്കുന്നത്, പാലിലാണ്. ഉത്തരഭാരതത്തിലൊക്കെ പാലിലാണല്ലോ ചായ ഉണ്ടാക്കുക, ഇല്ലേ? ചായ കാപ്പിയൊക്കെ പാലിലാണ് ഉണ്ടാക്കുക, അല്ലാണ്ട് വെള്ളത്തിലല്ലല്ലോ. ചായ കൊണ്ടുകൊടുത്തപ്പോൾ അവർ പറഞ്ഞു നല്ല ചൂടുണ്ട് കിട്ടുമോ? നല്ല ചൂടുണ്ട്. അപ്പോൾ ഈ വാങ്ങിയ ആൾ പിടിച്ചു നോക്കിയപ്പോൾ നല്ല തണുപ്പാ. ഒരു കുടിയാ. അയ്യോ, എന്താ കാരണം? ആ 2 ലെയറുള്ള തരം കപ്പാ. അപ്പൊ സ്പർശിച്ചപ്പോ എന്താണ്? തണുപ്പ്. ചുണ്ട് തൊട്ടപ്പോഴോ പൊള്ളി, ഒന്നായിട്ട് പൊള്ളി. എന്താ ചെയ്യാ? അപ്പൊ അഗ്നിയാണ്. അങ്ങനെ വെള്ളം എങ്ങനെ അഗ്നിയാവുക? ഇതേപോലെയാണ് ശ്രോത്രസ്യ ശ്രോത്രം, ചക്ഷുഷ ചക്ഷു ഇത്യാദിയിലെല്ലാം മനസ്സിലാക്കേണ്ടതാണ്. ഉദകമപി അഗ്നി സംയോഗാത് അഗ്നിരുച്യതേ തദ്വത് അനിത്യം തത് സംയോഗാത് ഉപലബ്ധൃത്വം തത്കരണം ശ്രോത്രാദി. ഇവിടെ ചോദ്യം, ഈ ജലത്തിലുള്ള അഗ്നിത്വം നിത്യമാണോ അനിത്യമാണോ? അനിത്യമാണ്. അഗ്നിയിലുള്ള അഗ്നിത്വം നിത്യമാണ്. അഗ്നിയുടെ ഔഷ്ണ്യം നിത്യം, ജലത്തിന്റെ ഔഷ്ണ്യം അനിത്യം. കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ തണുത്ത് കൊടുക്കും, പിന്നെ വീണ്ടും ചൂടാക്കും. ഇതേപോലെ ആത്മാവിന്റെ ബോധൃത്വം
നിത്യം. ഉപാധികളുടെ ബോധൃത്വം തത് സംയോഗജം അനിത്യം. അതാണ് തത് സംയോഗാത് ഉപലബ്ധൃത്വം തത് കരണം ശ്രോത്രാദി ഉദകസ്യൈവ ദഗ്ധൃത്വ നിമിത്തം ഹി തത്ര തത്. വെള്ളത്തിന് ചൂട് എന്നതുപോലെ മാത്രമാണ് ചെവിക്ക് കേൾവി. തത് ആത്മനിമിത്തം, അത് ആത്മനിമിത്തമാണ്. അഗ്നിനിമിത്തം ഉദകത്തിന് വെള്ളത്തിന് ഔഷ്ണ്യം പോലെ. എത്രതു നിത്യം ഉപലബ്ധൃത്വം അഗ്നൗ ഇവ ഔഷ്ണ്യം. അഗ്നിയിൽ ഔഷ്ണ്യം എന്നതുപോലെ നിത്യ ഉപലബ്ധൃത്വം അതെവിടെയാ? നിത്യോപലബ്ധി സ്വരൂപത്വാത്. നിത്യോപലബ്ധി സ്വരൂപമായതുകൊണ്ട് ദഗ്ധ ഇവ ഉപലബ്ധ ഉച്യതേ. അഗ്നിയുടെ ദഗ്ധൃത്വം നിത്യം എന്നതുപോലെ ആത്മാവിൻ്റെ ഉപലബ്ധൃത്വം നിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ. നിത്യവും ഉപലഭിക്കുക എന്നുള്ള നിത്യബോധസ്വരൂപമായിരിക്കുന്നത് ആത്മാവാകുന്നു. ആ നിത്യബോധസ്വരൂപമായ ആത്മാവിൻ്റെ ചൈതന്യത്താൽ ചെവിയുടെ കേൾവി, കണ്ണിൻ്റെ കാഴ്ച തുടങ്ങിയവ വരുന്നു. ശ്രോത്രാദിഷു ശ്രോതൃത്വാദ്യുപലബ്ധി അനിത്യ. ശ്രോത്രം തുടങ്ങിയവയിൽ ശ്രോതൃത്വാദി ഉപലബ്ധി അനിത്യമാണ്. കണ്ണിൻ്റെ കാഴ്ചശക്തി അനിത്യമാണ്. ആത്മചൈതന്യത്താൽ അവഭാസിതമാകുമ്പോൾ കണ്ണിന് കാഴ്ചശക്തി, ചെവിക്ക് കേൾവി ശക്തി, അങ്ങനെ എല്ലാ കരണങ്ങളുടെയും വ്യാപാരം സിദ്ധമാകുന്നു എന്നർത്ഥം. സകല വ്യാപാരങ്ങളുടെയും സിദ്ധി ഉണ്ടാവുന്നു. ശ്രോത്രാദിഷു ശ്രോതൃത്വാദി ഉപലബ്ധി അനിത്യ നിത്യാച്ച ആത്മനി. ആത്മാവിലാകട്ടെ അത് നിത്യമാകുന്നു. അതഃ ശ്രോത്രമിത്യാദി അക്ഷരാണാം അർത്ഥാനുഗമാത് ഉപപദ്യതേ നിർവിശേഷസ്യ ഉപലബ്ധി സ്വരൂപസ്യ ആത്മനഃ മനാദി പ്രവൃത്തി നിമിത്തത്വമിതി. ഇപ്പോൾ ശ്രോത്രം എന്ന പ്രയോഗത്തിലൂടെ നിത്യോപലബ്ധി സ്വരൂപമായ ആത്മാവിൻ്റെ ആ ചൈതന്യ അവഭാസം ഹേതുവായിട്ടാണ് ചെവിയിൽ കേൾവി, കണ്ണിൽ കാഴ്ച തുടങ്ങിയവ വന്നു ചേരുന്നത് എന്ന് വരും. അപ്പോൾ പ്രവൃത്തി നിമിത്തത്വം ആത്മാവിൽ സിദ്ധമാക്കുകയാണ് ഇവിടെ ചെയ്തത്. ഇതുപോലെ മന ആദിഷു യഥോക്തം, ഈ പറഞ്ഞ പോലെ തന്നെയാണ് മനസ്സ് തുടങ്ങിയവയിൽ. ഇപ്പോൾ ശ്രോത്രം മനസ്സോ മനോ യത് വാചോഹ, വാചം എന്നുള്ളതിനെ പ്രഥമയിലാക്കിയ വാക്, വാചോഹ വാചം, സൗ ചക്ഷുഷ ചക്ഷുഹു, അങ്ങനെ. ഇവിടെ ഒരു വിശേഷമായിരിക്കുന്ന ആശയം ഭാഷ്യകാരൻ പറയുന്നുണ്ട്. പദഭാഷ്യത്തിൽ ഈ വാചോഹ വാചം എന്നുള്ള വാചം എന്നുള്ളതിനെ പ്രഥമയാക്കി വാചോഹ വാക്ക് എന്നാക്കണം എന്ന് പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ചോദിച്ചതിന് മറുപടി പറയുക എപ്പോഴും പ്രഥമയിലാണ്. കണ്ണെ ആരുടെ ഇച്ഛയാലും നിയോഗത്താലുമാണ് കണ്ണ് പ്രവർത്തിക്കണതെന്ന് ചോദിച്ചാൽ കണ്ണിൻ്റെ കണ്ണ് എന്നാണ് മറുപടി പറയേണ്ടത്, അല്ലാണ്ട് കണ്ണിൻ്റെ കണ്ണിനെ എന്നല്ല മറുപടി പറയേണ്ടത്. അപ്പോൾ പ്രഥമയിലാണ് മറുപടി പറയേണ്ടത്. എന്നാൽ ഇവിടെ വാക്യഭാഷ്യത്തിൽ ഭാഷ്യകാരൻ പറയുകയാണ്, സർവത്ര പ്രഥമയിലും ദ്വിതീയയിലും മനസ്സിലാക്കണം. കാരണം
കണ്ണിൻ്റെ കണ്ണ് എന്നുള്ളത് ശരിയാണ്. രണ്ടാമതായിട്ട് അതിനെ അറിഞ്ഞിട്ടുന്നുണ്ട്.